നമസ്കാരം. ഇന്ദിരാ ഗ്യാരണ്ടി പദ്ധതി പ്രകാരം വനിതകൾക്ക് KSRTC ബസ്സുകളിൽ സൗജന്യ യാത്ര ആരംഭിക്കുന്ന നാളെ ആലുവ മാഞ്ഞാലി റൂട്ടിൽ സർവീസ് നടത്തുന്ന ലിറ്റിൽ ഫ്ലവർ ബസ്സിൽ പുരുഷന്മാർക്ക് സൗജന്യ യാത്ര നൽകുന്നു. ആ ബസ്സിന്റെ ഉടമ വട്ടപ്പറമ്പ് സ്വദേശി BO ഡേവിസ് ആണ് ഈ പ്രഖ്യാപനം നടത്തിയത്. ഇത് വേറിട്ട ഒരു പ്രതിഷേധമാണ്. രാവിലെ 6:30 മുതൽ രാത്രി 8 മണി വരെയുള്ള 7 ട്രിപ്പുകളിലും സൗജന്യ യാത്ര അനുവദിക്കും. KSRTCയിലെ സൗജന്യ യാത്ര ഒഴിവാക്കി അന്നേ ദിവസം യാത്ര ചെയ്യുന്ന എല്ലാ സ്ത്രീകൾക്കും മധുരം നൽകിയും അനുമോദിക്കും. പൊതുഗതാഗത മേഖലയുടെ തകർച്ചയ്ക്കും സ്വകാര്യ ബസ്സുകളുടെ നിലനിൽപ്പിനും ഭീഷണിയാകുന്നതാണ് ഇന്ദിരാ ഗ്യാരണ്ടി പദ്ധതി എന്ന് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ നേതാവ് കൂടിയായ ഡേവിസ് ആരോപിക്കുന്നു. എന്നാൽ സൗജന്യ യാത്രാ പദ്ധതി അത് സർക്കാർ നടപ്പിലാക്കുമ്പോൾ ആദ്യ ബസ്സിന്റെ നിയന്ത്രണം KSRTCയുടെ ആദ്യ വനിതാ ഡ്രൈവറായ VP ഷീലയ്ക്കാണ്. പെരുമ്പാവൂർ ഡിപ്പോയിലെ ജീവനക്കാരിയാണ് ഈ 53 വയസ്സുകാരിയായ വനിതാ ഡ്രൈവർ VP ഷീല. ഇവർ ഇന്ന് തമ്പാനൂർ ഡിപ്പോയിലെത്തും. കണ്ടക്ടറും ഒരു വനിതയായിരിക്കും. 2013 കോതമംഗലം KSRTC ഡിപ്പോയിലാണ് ഷീല ആദ്യമായി ജോലിയിൽ പ്രവേശിച്ചത്. സർക്കാർ സർവീസിൽ എത്തുന്നതിന് മുൻപ് ഡ്രൈവിംഗ് സ്കൂളിൽ ഹെവി വാഹന പരിശീലകയായിരുന്നു. ഒരുപാട് പേരെ ഹെവി വാഹനങ്ങൾ ഓടിക്കാൻ പരിശീലിപ്പിച്ചിട്ടുണ്ട്. വിവിധ ഡിപ്പോകളിലേക്ക് സ്ഥലം മാറ്റിയപ്പോഴും ഷീലയ്ക്ക് പരിഭവം ഉണ്ടായില്ല. ആദ്യകാലത്ത് KSRTC ബസ്സിന്റെ ഡ്രൈവർ സീറ്റിൽ ഒരു സ്ത്രീയെ കണ്ടപ്പോൾ ചില യാത്രക്കാർക്ക് അമ്പരപ്പായിരുന്നു. വനിതാ ഡ്രൈവറെ കണ്ട് പേടിച്ച് വണ്ടിയിൽ കയറാതെ മാറി നിന്ന യാത്രക്കാർ പോലും ഉണ്ടെന്ന് ഷീല പറഞ്ഞു. 13 വർഷമായി ഷീല KSRTCയിലുണ്ട്. ഏത് ബസ്സും ഓടിക്കും. സുഖകരമായ രീതിയിൽ ഓടിക്കാൻ കഴിയാത്ത ബസ്സുകൾ ഷീല പുഷ്പം പോലെ വളച്ചൊടിച്ചുകൊണ്ട് പോയപ്പോൾ പുരുഷ ഡ്രൈവർമാർക്ക് പോലും ആശ്ചര്യം തോന്നിയിട്ടുണ്ട്. സ്വിഫ്റ്റിലേക്ക് വനിതാ ഡ്രൈവർമാരെ പരിശീലിപ്പിക്കുന്നതും ഷീല തന്നെ. കോതമംഗലം തോട്ടപ്പടി സ്വദേശിയാണ് ഷീല. വനിതകൾ സൗജന്യമായി സന്തോഷത്തോടെ യാത്ര ചെയ്യുന്ന ആദ്യ ബസ്സിന്റെ വളയം അത് തിരിക്കാൻ അവസരം ലഭിച്ചതിൽ അഭിമാനമുണ്ടെന്നാണ് ഷീല പറഞ്ഞത്. UDF സർക്കാരിന് സൽപ്പേരാകുമെന്ന് പ്രതീക്ഷിക്കുന്ന പ്രിയദർശിനി പദ്ധതിക്കാണ് നാളെ രാവിലെ 8:30 തുടക്കമാകുന്നത്. ഓർഡിനറി ബസ്സിലാണ് സൗജന്യ യാത്ര. മുഖ്യമന്ത്രി VD സതീശനാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. ഉദ്ഘാടനത്തിന് ശേഷം മുഖ്യമന്ത്രി VD സതീശനും മന്ത്രി CP ജോൺ ഉൾപ്പെടെയുള്ള മന്ത്രിമാരും KSRTC ഉന്നത ഉദ്യോഗസ്ഥരും കുറച്ചു ദൂരം ആ ബസ്സിൽ തന്നെ യാത്ര ചെയ്യുമെന്നാണ് ലഭിക്കുന്ന വിവരം.